ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്നത് നെമ്മാറ വല്ലങ്ങി വേലയാണ്. എന്നാൽ ഏറ്റവും വലിയ പകൽ വെടിക്കെട്ട് നടക്കുന്നത് പൂരത്തിനാണ്. അതെ, അപ്പോൾ ആ പകൽ വെടിക്കെട്ട് കാണാനാണ് ഗ്രീൻ മാംഗോ കസിൻസ് എത്തിയിട്ടുള്ളത്. എല്ലാവരും ആദ്യമായിട്ടാണോ? ആരെങ്കിലും ആദ്യമായിട്ടാണോ? നമ്മളെല്ലാ വർഷവും വരുന്നല്ലേ രാഹുലേ? ഇവൻ ആദ്യമായിട്ടാണ്. ഞങ്ങളൊക്കെ എല്ലാ വർഷവും നമ്മളിവിടെ വരുന്നുണ്ട്. ഇവൻ ആദ്യമായിട്ടാണ്. അജി നമ്മളെ കുറേ തോട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗംഭീരമായ വെടിക്കെട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വെടിക്കെട്ടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. മാത്രമല്ല നല്ല വെയിലുണ്ട്. അപ്പോൾ അതെ, നമ്മൾ ഈ വെയിലത്താണ് ഈ ഒരു വെടിക്കെട്ട് കാണാനായിട്ട് നിൽക്കുന്നത്. കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 3 ദേശത്തിൻ്റെ വെടിക്കെട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതെ, വവ്ലിയപുരം, കഴിഞ്ഞി, കാവശ്ശേരി. അതെ, ഈ വെയിലിന് 1 കുപ്പി 2 കുപ്പി വെള്ളമൊന്നും പോരാ, 5-6 കുപ്പി വെള്ളം വേണ്ടി വരും. അത് തണുത്ത വെള്ളം. പാലക്കാട് ചൂടറിയാലോ, റെക്കോർഡ് ചൂടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ചൂടിലാണ് ഇത്രയും തിരക്ക്. അപ്പോൾ നമ്മൾ ആദ്യ ദേശത്തിൻ്റെ, അതായത് വവ്ലിയപുരം ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദേശത്തേക്കാണ്. ഈ റോഡിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അതിൻ്റെ വെടിക്കെട്ട് വരുന്നത്. അപ്പോൾ റോഡിൽ കൂടെ ക്രോസ് ചെയ്തിട്ടാണ് എല്ലാവരും പോകാൻ. ഒരേ തിരക്കായിരുന്നു. എല്ലാവരും ഒറ്റ സമയത്ത് തന്നെ പോകുന്നതുകൊണ്ട് വളരെ തിരക്കിൽ കുട്ടികളൊക്കെ ഉണ്ടായത്. ആ തിരക്കിലൂടെയാണ് പാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നത്. ഒടുക്കത്തെ ചൂടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വെടിക്കെട്ട് കാണാനായിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ വെടിക്കെട്ട് ഗംഭീരമായിട്ട് വെടിക്കെട്ടില്ലേ? കുറേ സമയം പൊട്ടി. കൂട്ടൊക്കെ കുറേ നേരമായിരുന്നു നിന്ന് പൊട്ടുന്നത്. എനിക്ക് ഇവിടെ നിന്ന് വെച്ച് നോക്കുമ്പോൾ നെമ്മാറേക്കാൾ കൂടുതലുണ്ടാവും. അതെ, കാരണം നല്ല ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടാണ്. ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു വെടിക്കെട്ട്? അടിപൊളിയല്ലേ? ഒപ്പത്തിനൊപ്പം നിന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കാവശ്ശേരി ദേശത്തിൻ്റെ വെടിക്കെട്ട് കാണാനായിട്ട് നമ്മൾ കുറച്ച് ദൂരം അപ്പുറത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് ഓടി തുടങ്ങി. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ഒരു സ്ഥലം പിടിക്കണം, എന്നാലേ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകണം.
അപ്പോൾ നമ്മൾ ഗ്രീൻ മാംഗോ കസിൻസ് കാവശ്ശേരി പൂരത്തിന് വന്നു. അതിഗംഭീരമായിട്ടുള്ള പകൽ വെടിക്കെട്ടിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. എന്നിട്ട് അയ്യോ കേട്ടിട്ട് ചെവിയൊക്കെ പൊന്നായിരിക്കും. ചെവിയൊക്കെ പൊന്നാവും. കാരണം നല്ല നട്ടപ്പുറ വെയിലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇത്രയും അധികം വെയിലുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ആളുകളുണ്ട് ഈ വെടിക്കെട്ട് കാണാനായിട്ട്. അതെ, വെയിലുണ്ട് പറഞ്ഞ ഒരൊറ്റ ആളും അതൊന്നും മടിച്ചു നിൽക്കാതെ ഫുള്ള് വെയിലത്താണ്. അതെ, അപ്പോൾ അത് മാത്രമല്ല, ഈ വെടിക്കെട്ട് കാണാനായിട്ട് പാലക്കാട് നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു വെടിക്കെട്ടിൻ്റെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചെന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.